ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഫണ്ടമെൻ്റലി നമ്മൾക്കിപ്പോൾ സ്ക്രീനർ എന്നുള്ള ആപ്പുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ, അതിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ചാർട്ട് അനാലിസിസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏത് പോയിന്റിലാണ് എൻട്രി എടുക്കുന്നത്, ഏത് പോയിന്റിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടത്, നമ്മൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ച് അല്ലെങ്കിൽ ക്യാൻഡിലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ മാർക്കറ്റ് അനാലിസിസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കുറേ അധികം പഠിക്കാനുണ്ടാവും. സോ ഞാൻ ആൾറെഡി എങ്ങനെയാണ് നമ്മൾ EMA ക്രോസ് വെച്ചിട്ട് എങ്ങനെയാണ് എൻട്രി എക്സിറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. EMA ക്രോസ് നിങ്ങൾക്ക് ഈ ചാർട്ടിനകത്ത് കാണാൻ കഴിയുന്നുണ്ടാവും. ട്രേഡ് വ്യൂവിൻ്റെ ഇപ്പോൾ അപ്സ്റ്റോക്സിൻ്റെ തന്നെ ട്രേഡ് വ്യൂവിലുള്ള ചാർട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് FX എന്നുള്ള ഇൻഡിക്കേറ്റേഴ്സിനകത്ത് പോയി കഴിഞ്ഞാൽ EMA ക്രോസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ EMA ക്രോസ് ആഡ് ചെയ്തിട്ടുള്ള സെറ്റിങ്സ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്തതിൻ്റെ സെറ്റിങ്സ് കാണിക്കാം. EMA ക്രോസ് ഇപ്പോൾ ഒന്നുകൂടെ എടുത്തുകൊണ്ട് 2ാം വർഷം വന്നിട്ടുണ്ട്. 5 and 8 സെറ്റിങ്സിൽ ഗ്രീൻ ഷോർട്ട് ഞാൻ ഗ്രീനും ലോങ് റെഡും എടുത്തിട്ടുണ്ട്. ഇൻപുട്ട് 5 and 8 കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്നെങ്കിൽ ഞാൻ ചെറുതായിട്ട് റിപ്പീറ്റ് ചെയ്തെന്ന് മാത്രം. സോ ഇനി എങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കുക എന്നുള്ളതിൻ്റെ കാര്യത്തെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ട് ഞാനൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന നോർമൽ ടാറ്റ മോട്ടോഴ്സ് എന്നുള്ള സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ചാർട്ടാണ് ഈ കാണുന്നത്. അത് വീക്ക്ലി ടൈം ഫ്രെയിമാണ് വെച്ചിരിക്കുന്നത്, നോർമൽ ക്യാൻഡിൽസ്റ്റിക്സാണ് വെച്ചിരിക്കുന്നത്. സോ ഇപ്പോൾ 1068 റുപ്പീസിനകത്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന പ്രൈസ്. സോ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കുറേ കാലങ്ങൾക്ക് ശേഷം മുകളിലോട്ട് പോയി, താഴോട്ട് വന്നു, വീണ്ടും മുകളിലോട്ട് പോയി, റെസിസ്റ്റൻസ് ഇവിടെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്നുള്ള ടേം വരുന്നത്. സോ ഇവിടെ നോക്കിയേ, വീക്ക്ലി ടൈം ഫ്രെയിമാണ്. ഈ ഒരു പോയിന്റിൽ, അതായത് 2015 ഫെബ്രുവരി 9 ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് അത് പിന്നീട് താഴോട്ട് പോയി. ദെൻ ആ സെയിം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2016 സെപ്റ്റംബറിലാണ്. അപ്പോൾ ആ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് ബ്രേക്ക് ചെയ്തിട്ടില്ല, വീണ്ടും താഴോട്ട് തന്നെ പോയി. അപ്പോൾ നമ്മളൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മാർക്കറ്റ് ഓക്കെ, ഇവിടെ നിന്ന് താഴോട്ട് മുകളിലോട്ട് ഇതുവരെ എത്തി, അപ്പോൾ ഇനിയും മുകളിലോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ചിലപ്പോൾ ചാടിക്കറി എൻട്രി എടുക്കും. ആ ചാടിക്കറി എൻട്രി എടുത്ത് എന്ത് സംഭവിക്കുന്നു നോക്കിയേ, 2016 ശേഷം മാർക്കറ്റ് താഴോട്ട് പോയിട്ട് 2021 ശേഷമാണ് മുകളിലോട്ട് കയറി തുടങ്ങി. അതായത് ഈ 3 കൊല്ലത്തോളം നമ്മൾ ഇൻവെസ്റ്റഡ് എമൗണ്ട് അവിടെ വെറുതെ കിടക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനില്ലെങ്കിൽ നമ്മൾ മാർക്കറ്റ് എപ്പോൾ താഴോട്ട് പോകുകയാണോ മുകളിലോട്ട് പോകുകയാണോ എന്നൊക്കെ നമ്മൾ ക്യാൻഡിൽസ്റ്റിക് പാറ്റേണോ ചാർട്ട് നോക്കിയിട്ട് നമുക്ക് കുറേ അധികം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും. സോ അതിനായിട്ട് ഞാൻ അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ സെയിം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, മാർക്കറ്റ് താഴോട്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2 ഹൈകൾ സെയിം ഹൈ ക്രിയേറ്റ് ചെയ്തതിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലൈൻസ് വരയ്ക്കാൻ കഴിയും. സോ ഇവിടെ ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്ന ഈ ലൈൻ, ഇതിനകത്ത് ട്രെൻഡ് ലൈൻ, ആരോ, റേ, ഇൻഫോ ലൈൻ, എക്സ്റ്റെൻഡ് ലൈൻ, ട്രെൻഡ് ആംഗിൾ, ഇങ്ങനെ കുറേ അധികം ടൂൾസ് ഉണ്ട്. സോ നമുക്കിപ്പോൾ കിട്ടിയ 2 ഹൈ ആണല്ലോ. സോ ഞാനൊരു ഹൊറിസോണ്ടൽ റേ ചൂസ് ചെയ്യുകയാണ്. ഹൊറിസോണ്ടൽ റേ ഇവിടെ നിന്ന് എക്സിറ്റ്. ഇനിയിപ്പോൾ ഈ റേ, നമ്മൾ വരച്ച റേക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കിയേ. ഇപ്പോൾ ഇത് 2 ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് വന്നു, വീണ്ടും മുകളിലോട്ട് വന്നു, നമ്മുടെ ഹൈ നമ്മൾ വരച്ച ലൈനിലേക്ക് തട്ടിയില്ല, തിരിച്ച് താഴോട്ട് വരുന്നു, വീണ്ടും മുകളിലോട്ട് വരുന്നു, ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. സോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോഷ്യസ് ആവേണ്ടത്. നമ്മൾ ഈ എൻട്രി എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ നോക്കേണ്ടത്. സോ അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി, തിരിച്ച് നമ്മുടെ ഈ റെസിസ്റ്റൻസ്, അതായത് ഇതിന് മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈകളെ ഇപ്പോൾ ആ ലൈനിനെ നമ്മൾ സപ്പോർട്ടീവായിട്ട് എടുത്തു. ഞാൻ ഒന്ന് സൂം ചെയ്യാം. ഓക്കെ, സപ്പോർട്ടീവായിട്ട് എടുത്തു. സപ്പോർട്ടായി എടുത്തിട്ട് പിന്നെയാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. സോ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിനകത്ത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ബൈ എബോ എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഇതാണ്. അപ്പോൾ ഇതൊരു പക്ഷേ ഈ ഹൈ ക്രിയേറ്റ് ചെയ്തു, മാർക്കറ്റ് വീണ്ടും ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മുകളിലോട്ട് പോകുമെന്നുള്ള അത് വിചാരിച്ച് ആരെങ്കിലും എൻട്രി എടുത്തിരുന്നെങ്കിൽ ഒരു 3 ഇയേഴ്സോളം അയാൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് താഴെ തന്നെ കിടന്നത്. 3 ഇയേഴ്സില്ല, തിരിച്ച് മാർക്കറ്റ് കയറുന്നത് 2024 അപ്പോൾ ആൾമോസ്റ്റ് 6 ഇയേഴ്സ്, 6 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അവിടെ തന്നെ കിടക്കുകയാണ്, ഒരു ലാഭവും ഇല്ലാതെ, കംപ്ലീറ്റ് ലോസിൽ. സോ അതിനുശേഷം നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ, അതിനെക്കുറിച്ച് ബോധേഡ് അല്ലാത്ത ഒരാളാണെങ്കിൽ, നല്ലൊരു സ്റ്റോക്കാണ്, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഇത്രയും കാലം
ലോസിലേക്ക് കിടക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ബൈ എബോവ് എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഇതാണ്. ഇപ്പോൾ വരച്ചിട്ടുള്ള ഈ ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ, ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു നല്ലൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതായത് 15 മുതൽ 17 വരെ 15 മുതൽ 23 വരെ റെസിസ്റ്റൻസ് ആയിരുന്നു. 23 ശേഷം നല്ലൊരു സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. സോ അതേപോലെ ഇനി അടുത്ത ഒരു ലൈൻ വരയ്ക്കാൻ കൂടെ ഞാൻ പറയാം. ഇപ്പോൾ നമ്മളൊരു ലൈൻ വരച്ചു, ഇപ്പോൾ സപ്പോർട്ട് എന്നാണ്, റെസിസ്റ്റൻസ് എന്നാണ് മനസ്സിലായി. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ദെൻ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഈ ലോ ക്രിയേറ്റ് ചെയ്തുള്ള പ്രത്യേകം നോക്കിയേ, ഇത് ലോ ആണ്, അടുത്ത ലോ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഹൈ ആണ്, അടുത്ത ലോ അതിനേക്കാളും ഹൈ ആണ്. ഇതൊരു ബുള്ളിഷ് ട്രെൻഡിൻ്റെ മാർക്കറ്റാണ്. നമ്മൾ കാൻഡിൽ സ്റ്റിക്സ് പഠിക്കുന്ന ആളുകളാണെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഹൈകളെ മാത്രം ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു ട്രെൻഡ് ലൈൻ വരില്ല. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. സോ ഈ ഹൈകളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രം, ഹൈകളെ ടച്ച് ചെയ്യുന്ന ഒരു ഏകദേശ ട്രെൻഡ് ലൈൻ ഞാൻ വരച്ച്. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയേ, ട്രെൻഡ് ലൈൻ ഇവിടെ തട്ടുന്നു, മുകളിലോട്ട് പോയിന്ന് റെസിസ്റ്റൻസ് തട്ടി തിരിച്ച് താഴോട്ട് വന്ന് വീണ്ടും നമ്മുടെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തു. ശ്രദ്ധിച്ചോ, സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് പോകുന്നു, തിരിച്ച് താഴോട്ട് വരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഈ ട്രെൻഡ് ലൈൻ നമുക്ക് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഇതിനെ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നു എന്ന് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു എൻട്രി ചൂസ് ചെയ്യാം. ഇവിടെ ഒരു എൻട്രി ചൂസ് ചെയ്തതിന് ഇതിന് സ്റ്റോപ്പ് ലോസ് അവിടെ വയ്ക്കും. സ്റ്റോപ്പ് ലോസ് ഇല്ലെങ്കിൽ പണി എന്താന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതാ വീണ്ടും ഇവിടെ റെസിസ്റ്റൻസ് സപ്പോർട്ട് എടുത്തു. പക്ഷെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചില്ല എങ്കിൽ ഇത്രയും ലോസ് സഹിക്കേണ്ടി വന്നേനെ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് കമ്പൾസറി ആണ്. നിങ്ങൾ ഏത് ട്രേഡ് എടുത്താൽ, ലോങ് ടേം ആണെങ്കിലും ഷോർട്ട് ടേം ആണെങ്കിലും, സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് എന്നും പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി. എപ്പോഴും ക്യാൻഡിൽസിൻ്റെ ക്ലോസിങ് വേണം ശ്രദ്ധിക്കാൻ. അപ്പോൾ ഇവിടെ ഒരു 3-4 വീക്കായിട്ട് ഇവിടെ റെസിസ്റ്റൻസും സപ്പോർട്ടീവായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ വരച്ചതിന് ചെറിയ മിസ്റ്റേക്കാരും താഴോട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റെസിസ്റ്റൻസ് എടുത്ത് ക്ലോസ് ചെയ്ത് ഇവിടെ ഓപ്പണായി. സോ അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ഓപ്പൺ ആയതുകൊണ്ട് ഞാനിവിടെ എൻട്രി എടുത്തിരുന്നെങ്കിൽ എൻ്റെ ഈ ലൈനിൽ തട്ടുന്നത് വരെ എനിക്കൊരു ടാർഗറ്റ് ബുക്ക് ചെയ്ത് എനിക്ക് ഇറങ്ങാമായിരുന്നു. അഥവാ അത് മിസ്സായിട്ടുണ്ടെങ്കിലും അടുത്ത ക്യാൻഡിൽസ് നോക്കി അവിടെ തന്നെ ഞാൻ ബുക്ക് ചെയ്തെങ്കിൽ പോലും അത്യാവശ്യം 2962 567 300 അബോവ് 100% പ്രോഫിറ്റ് വിത്തിൻ 1 ഇയർ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അതുപോലെ ഈ റെസിസ്റ്റൻസ്, നമ്മുടെ റെസിസ്റ്റൻസ് ഈ ആരോയെ ബ്രേക്ക് ചെയ്തപ്പോൾ സംഭവിച്ചു നോക്കി, മാർക്കറ്റ് താഴോട്ട് പോയി. അപ്പോൾ ഇവിടെയും നമുക്കൊരു ട്രെൻഡ് ലൈൻ കാണുന്നുണ്ട്. ഇവിടെ നോക്കി, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ഹൈ, ഇവിടെ ഒരു ഹൈ, ഇവിടെ ഒരു ഹൈ. വേണമെങ്കിൽ നമുക്ക് ഇവിടെയും എന്ത് ചെയ്യാം? ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ സെലക്ട് ആയില്ല. ഓക്കെ, ഇവിടെയും ഒരു ട്രെൻഡ് ലൈൻ വരച്ചു. ഓക്കെ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരും. ഇപ്പം ശ്രദ്ധിച്ച് നോക്കിയാൽ ആ ട്രെൻഡ് ലൈന് സപ്പോർട്ട് ചെയ്ത് ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷം ആ ട്രെൻഡ് ലൈന് സപ്പോർട്ടീവായിട്ട് എടുക്കും. ഈ ട്രെൻഡ് ലൈന് സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്? മുകളിലോട്ട് പോകുന്നത്. സോ അതിനുശേഷം നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് 2020 സെപ്റ്റംബർ നവംബറിലൊക്കെ ഒരു 128 രൂപ എൻട്രി എടുത്തിരുന്നെങ്കിൽ ഇന്നത്തെ വില ആലോചിച്ച് നോക്കിയേ, വിത്തിൻ 4 ഇയേഴ്സ് ആൾമോസ്റ്റ് 10 ടൈംസ് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ, ഇത് സിമ്പിൾ മെത്തേഡാണ് കേട്ടോ. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കാൻ വേണ്ടി എന്നെക്കൊണ്ട് പറയാവുന്നതിൽ മാക്സിമം സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം, ടൈം ഫ്രെയിം എപ്പോഴും ലോങ് വെക്കുക, വീക്ക്ലി വെക്കാം. ഡെയിലി വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ വളരെ കഷ്ടമായി തോന്നും. നിങ്ങൾ എപ്പോഴും ഒരു വീക്ക്ലി ടൈം ഫ്രെയിം വെച്ചിട്ട് അതിൻ്റെ ലോസിന് മാത്രം കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കുക. അതേപോലെ റെസിസ്റ്റൻസിന് മാത്രം, അല്ലെങ്കിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ആ ഹൈ വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നു, മാർക്കറ്റ് താഴോട്ട് പോകുന്നു, അങ്ങനെയുള്ള ഹൈകളെ മാത്രം ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ലൈൻ വരയ്ക്കാം. അല്ലെങ്കിൽ താഴോട്ട് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, താഴോട്ട് പോകുന്നു, ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, താഴോട്ട്, അങ്ങനെയാണെങ്കിൽ ലോ ഹൈ ആണെങ്കിൽ അതിനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഇങ്ങനെ ട്രെൻഡ് ലൈൻസ് വരച്ചുകൊണ്ട് ആ ട്രെൻഡ് ലൈൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു ഓപ്പണിങ് കിട്ടുകയും വേണം. സോ മാർക്കറ്റ് ക്ലോസിങ് ആൻഡ് ഓപ്പൺ ആണ് ഇമ്പോർട്ടൻറ്റ്. ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എൻട്രി എടുക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം, നമ്മുടെ EMA ക്രോസ് കൂടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഡബിൾ ഷുവറിറ്റി കിട്ടും. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ഇവിടെ ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു നമ്മുടെ EMA ക്രോസ് വന്നിട്ടുണ്ട്. ഈ ബ്രേക്ക് ചെയ്തതിന് ശേഷം വോളിയം എല്ലാം ലോ ആയിരുന്നു, പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് വോളിയം ബ്രേക്ക് കിട്ടുന്നത്. സോ അപ്പോൾ ഇവിടെ എൻട്രി എടുത്തിരുന്നെങ്കിൽ പോലും നമുക്ക് എന്ത് കിട്ടിയേനെ? നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നേ. വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. താങ്ക് യു.